2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ മെയ് 4-ാം തീയതിയാണ് നടക്കുന്നത്. ഏപ്രിൽ 9-ാം തീയതി നടന്ന വോട്ടെടുപ്പ് പ്രക്രിയയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമെല്ലാം വിവിധ കണക്കുകൂട്ടലുകളുടെ തിരക്കിലാണ്. പ്രധാനമായും അധികാരത്തിലേക്ക് എത്തുവാൻ കഴിയും വിധം സുഗമമായ ഒരു ഭൂരിപക്ഷം തങ്ങൾക്ക് ലഭിക്കുമോ എന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഉൾപ്പെടെയുള്ള UDF ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അധികാരം നിലനിർത്തുവാൻ കഴിയുമോ, മൂന്നാം തവണയും തുടർഭരണം നേടുവാൻ കഴിയുമോ എന്ന കണക്കുകൂട്ടലുകളാണ് LDF ക്യാമ്പിൽ നിന്ന്, പ്രധാനമായും CPMൻ്റെ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ നടക്കുന്നതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതൊക്കെയാണെങ്കിലും ബൂത്ത് തലം മുതലുള്ള കണക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 80 സീറ്റുകളിൽ വിജയിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇപ്പോൾ UDF നേതൃത്വം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 14 ജില്ലകളിലും വിജയസാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെയാണെന്നും UDF നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ UDF നേതൃത്വം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസമനുസരിച്ച് 14 സീറ്റുകളിൽ എവിടങ്ങളിലൊക്കെയാണ് UDFന് വിജയസാധ്യതയുള്ളത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏക സിറ്റിംഗ് സീറ്റായ കോവളം നിലനിർത്താമെന്ന ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, നെയ്യാറ്റിൻകര, അരുവിക്കര എന്നീ മണ്ഡലങ്ങളിൽ കൃത്യമായ ആധിപത്യം ഉറപ്പിക്കുവാനും മുന്നോട്ട് വരുവാനും തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് UDF വിലയിരുത്തുന്നുണ്ട്. കാട്ടാക്കടയിലും നേമത്തും കഴക്കൂട്ടത്തും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ കാട്ടാക്കടയിൽ നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുവാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസവും UDF ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേമത്തും കഴക്കൂട്ടത്തും ശക്തമായ UDF തരംഗം ആഞ്ഞടിച്ചാൽ BJP വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായാൽ നേരിയ ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു കണക്കുകൂട്ടൽ പോലും UDF കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ UDF നേതൃത്വം ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ സിറ്റിംഗ് സീറ്റുകളായ കുണ്ടറയും കരുനാഗപ്പള്ളിയും നിലനിർത്തുകയും ഇതിനു പുറമെ കൊല്ലം മണ്ഡലം അനായാസം പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നും UDF നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. RSP നൽകിയ കണക്കുകൂട്ടലുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ചവറയിലും കുന്നത്തൂരും കൃത്യമായ ആധിപത്യം കൊല്ലം ജില്ലയിൽ നിലനിർത്തുവാൻ സാധിക്കുമെന്നും UDF നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും കടുത്ത മത്സരം നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവസാന നിമിഷം ശക്തമായ ഇടത് വിരുദ്ധ തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ ഈ നിയോജക മണ്ഡലങ്ങളിൽ വിജയിച്ച് കയറുവാൻ കഴിയും എന്ന ആത്മവിശ്വാസവും UDF നേതൃത്വം ഇപ്പോൾ പുറത്തുവിട്ടുന്ന റിപ്പോർട്ടിൽ പ്രകടമാകുന്നുണ്ട്. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ G സുധാകരൻ എഫക്റ്റ് ഇവിടെ UDFനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്നാണ് UDF വിലയിരുത്തുന്നത്. രമേശ് ചെന്നിത്തലയുടെ സിറ്റിംഗ് മണ്ഡലമായ ഹരിപ്പാട് നിലനിർത്തുന്നതിനൊപ്പം തന്നെ ആലപ്പുഴയിലെ അമ്പലപ്പുഴ സീറ്റിൽ ഇടത് വിമതനായിട്ടുള്ള UDF പിന്തുണയോടുകൂടി മത്സരിക്കുന്ന മുൻ മന്ത്രി G സുധാകരൻ അട്ടിമറി വിജയം നേടുമെന്നും G സുധാകരൻ എഫക്റ്റിൻ്റെ ആനുകൂല്യത്തിൽ ആരൂരിലും UDF വിജയം നേടുമെന്നുമാണ് UDF കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി കുട്ടനാട് സീറ്റിൽ വിജയം ഉറപ്പിക്കുവാൻ സാധിക്കുമെന്നും UDF നേതൃത്വം ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ സിറ്റിംഗ് സീറ്റുകളായ പുതുപ്പള്ളി, കോട്ടയം, കടുത്തുരുത്തി എന്നിവ ആധികാരികമായ ഭൂരിപക്ഷത്തിലും കടുത്ത ത്രികോണ പോരാട്ടം നടന്നു എന്ന് വിലയിരുത്തുന്ന പാല 5000 മുതൽ 10000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും UDF നിലനിർത്തുമെന്ന ആത്മവിശ്വാസവും UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ പൂഞ്ഞാർ സീറ്റിൽ കൃത്യമായ ആധിപത്യം UDFന് നേടുവാൻ സാധിച്ചിട്ടുണ്ടെന്നും 4 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ 5ാമതായി പൂഞ്ഞാർ സീറ്റും അതുപോലെ തന്നെ കടുത്ത പോരാട്ടം നടക്കുന്നു എന്ന് വിലയിരുത്തുന്ന ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ സീറ്റുകളിലും വിജയം നേടുവാൻ കഴിയും എന്ന ആത്മവിശ്വാസവും UDF നേതൃത്വം പുലർത്തുന്നുണ്ട്. അതായത് കോട്ടയം ജില്ലയിലെ 9 സീറ്റുകളിൽ 7ഇടത്തും വിജയം ഉറപ്പിക്കുവാൻ കഴിയുമെന്നാണ് UDF നേതൃത്വം ഈ ഘട്ടത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച അതേ ട്രെൻഡ് തന്നെയായിരിക്കും ഇടുക്കിയിൽ ആവർത്തിക്കുവാൻ പോകുന്നത് എന്ന കണക്കുകൂട്ടലുകളാണ് UDF നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തൊടുപുഴ വലിയ മാർജിനിൽ നിലനിർത്തുമ്പോൾ പീരിമേഡിൽ 10000-നോടടുത്ത ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണെന്നും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെയും കൃത്യമായ ഒരു ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുവാൻ റോയ് കെ പോലോസിന് സാധിക്കുമെന്നും UDF നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുപോലെ ഉടുമ്പൻചോല മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തുവാൻ സേനാപതി വേണുവിന് സാധിക്കുന്നുണ്ട് എന്നും KK ജയചന്ദ്രനെ നേരിയ വോട്ടുകൾക്കാണെങ്കിലും പരാജയപ്പെടുത്തി സേനാപതി വേണു വിജയിക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന കണക്കുകൂട്ടലും UDF നേതൃത്വം പുറത്തുവിടുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തുമ്പോൾ കോന്നി ഒഴികെയുള്ള 4 സീറ്റുകളിലും വ്യക്തമായ ആധിപത്യം നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് UDF നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇനി എറണാകുളം ജില്ലയിൽ
കളമശ്ശേരി ഒഴികെയുള്ള മിക്ക സീറ്റുകളിലും വ്യക്തമായ ആധിപത്യമുണ്ടെന്നാണ് UDFിൻ്റെ വിലയിരുത്തൽ. കളമശ്ശേരി, വൈപ്പിൻ മണ്ഡലങ്ങൾ മാത്രമാണ് നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെന്നും UDF നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. കൊച്ചിയിൽ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ടെങ്കിലും നേരിയ വോട്ടിന് മുഹമ്മദ് ഷിയാസ് വിജയിച്ചു കയറും എന്ന ആത്മവിശ്വാസം തന്നെയാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് എറണാകുളവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം. ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം 2021 ജില്ലയിൽ ഒരു സീറ്റ് മാത്രമാണ് UDFിനുണ്ടായിരുന്നത്. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി നിലനിർത്തുന്നതിനൊപ്പം തന്നെ തൃശ്ശൂർ, മണലൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയം ഉറപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായ തോമസ് ഉണ്ണിയാടൻ അനായാസേന വിജയിച്ചു കയറുമെന്നും അതുപോലെ വടക്കാഞ്ചേരി സീറ്റിൽ നേരിയ വിജയസാധ്യതയുണ്ടെന്നുമുള്ള വിലയിരുത്തലും UDF നേതൃത്വം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി പാലക്കാട് ജില്ലയിലേക്ക് എത്തുമ്പോൾ മണ്ണാർക്കാട്, പാലക്കാട് സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ ചിറ്റൂർ സീറ്റ് സുമേഷ് അച്യുതനിലൂടെ തിരിച്ചു പിടിക്കുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും അതുപോലെ VT ബൽറാം തൃത്താലയിൽ മന്ത്രി MB രാജേഷിനെ പരാജയപ്പെടുത്തുമെന്നുള്ള ആത്മവിശ്വാസവുമാണ് UDF കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നിലനിൽക്കുന്നുണ്ട് എന്ന അവകാശവാദവും UDF ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. ഇനി മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ UDF ജില്ലയിലെ 16-ൽ 16 സീറ്റും വിജയിച്ചു കയറുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഏറ്റവും കുറഞ്ഞത് 14 സീറ്റുകളിലെങ്കിലും വിജയിക്കാമെന്നുള്ള കണക്കുകൂട്ടലിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ വലിയ അട്ടിമറി ജില്ലയിൽ സൃഷ്ടിക്കുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDF പ്രകടിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അതേ പാറ്റേണിൽ തന്നെ വോട്ടിംഗ് നടക്കുമെന്നും വലിയ രീതിയിൽ ഇടതുമുന്നണിയിൽ നിന്ന് സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നും UDF നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. സിറ്റിംഗ് സീറ്റുകളായ കൊടുവള്ളിക്കും വടകരയ്ക്കും പുറമെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നാദാപുരത്തും കൊയിലാണ്ടിയിലും വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിക്കുമെന്നും വിജയം ഉറപ്പാണെന്നും UDF കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലീഗിൻ്റെ പ്രതിനിധി മത്സരിക്കുന്ന കോഴിക്കോട് സൗത്ത് സീറ്റിൽ വിജയം ഉറപ്പാണെന്നും UDF നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. പേരാമ്പ്ര, ഏലത്തൂർ പോലുള്ള മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം കാഴ്ചവെക്കുന്നുണ്ട് എന്നും നേരിയ വോട്ടുകൾക്കാണെങ്കിലും ഈ 2 നിയോജക മണ്ഡലങ്ങളിലും അട്ടിമറി വിജയം നേടുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും കോൺഗ്രസും UDFും ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുമുണ്ട്. കണ്ണൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ സിറ്റിംഗ് സീറ്റായ ഇരിക്കൂറിനും പേരാവൂരിനും പുറമെ കണ്ണൂർ സീറ്റും അഴീക്കോട് സീറ്റും അനായാസേന പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDF നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തളിപ്പറമ്പ് സീറ്റിലും കൂത്തുപറമ്പ് സീറ്റിലും അട്ടിമറി വിജയം നേടിക്കൊണ്ട് കണ്ണൂരിലെ 11 നിയമസഭാ സീറ്റുകളിൽ 6 വിജയം നേടുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇനി വയനാട്ടിലേക്ക് എത്തുമ്പോൾ ജില്ല തൂത്തുവാരുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDF നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ മന്ത്രി OR കേളു പ്രതിനിധീകരിക്കുന്ന മാനന്തവാടി സീറ്റ് തിരികെ പിടിക്കുമെന്നും UDF നേതൃത്വം ഇവിടെ അവകാശപ്പെടുന്നുണ്ട്. ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് എത്തുമ്പോൾ ജില്ലയിലെ 5 സീറ്റുകളിൽ 4 വിജയപ്രതീക്ഷയുണ്ടെന്നുള്ള അവകാശവാദമാണ് UDF നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള മഞ്ചേശ്വരവും കാസർഗോഡും നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ തൃക്കരിപ്പൂരിലും ഉദുമയിലും അട്ടിമറി സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന വിലയിരുത്തലും UDF നേതൃത്വം പ്രകടിപ്പിക്കുന്നുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള 14 ജില്ലകൾ അവർ അല്പമെങ്കിലും കാര്യക്ഷമമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുവാൻ സാധ്യതകൾ നിലനിൽക്കുന്നത് 2 ജില്ലകളിൽ മാത്രമാണെന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഇതിൽ ഒന്നാമത്തെ ജില്ല എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയാണ്, രണ്ടാമത്തെ ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ്. ഈ 2 ജില്ലകളിലും വലിയ മുന്നേറ്റം കൂടി കാഴ്ചവെക്കുവാൻ കഴിഞ്ഞാൽ സീറ്റുകളുടെ എണ്ണം 100 വരെ ഉയർന്നേക്കാം എന്ന ആത്മവിശ്വാസവും UDF നേതൃത്വം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 80 മുതൽ 85 വരെ സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തും എന്ന കൃത്യമായ കണക്കുകൂട്ടലിൽ തന്നെയാണ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിട്ട പ്രീപോൾ സർവേകളെ പരിപൂർണമായി തള്ളുന്ന രീതിയിലുള്ള ഒരു അവകാശവാദമാണ് UDFിൻ്റെ ക്യാമ്പിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഏറെക്കുറെ UDF അട്ടിമറി അവകാശപ്പെടുന്ന വിവിധ നിയോജക മണ്ഡലങ്ങളിൽ തങ്ങൾ പരാജയപ്പെടും എന്നൊരു ഭീതി ഇതിനോടകം തന്നെ CPMൻ്റെ ബ്രാഞ്ച് ലെവലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചുകൊണ്ട് LDF മുന്നണിക്കും ഉണ്ടായിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 10 കാലത്തെ ഇടവേളയ്ക്ക് ശേഷം UDF അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് പിണറായി വിജയൻ്റെ ഭരണകൂടത്തോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും വ്യക്തിപരമായി ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന അതൃപ്തിയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് UDF നേതൃത്വം ഉറപ്പായും തങ്ങൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്ന 80-ലധികം മണ്ഡലങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.